നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡൻ ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ. ആക്ട് തിരൂർ എന്ന കുടുംബ കൂട്ടായ്മയുടെ അമരക്കാരൻ എന്ന നിലയിലും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ ജനാർദ്ദനൻ പേരാമ്പ്ര. ഇവിടെ കയറില്ല. ഞാൻ ആക്ട് തിരൂർ എന്ന കുടുംബ കൂട്ടായ്മയുടെ അമരക്കാരൻ എന്ന നിലയിലും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ ജനാർദ്ദനൻ പേരാമ്പ്ര. പ്രിയപ്പെട്ട ജനാർദ്ദനൻ മാഷിൻ്റെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളെന്നല്ല ഈ നാട്ടുകാർ മുഴുവൻ. ജന്മം കൊണ്ട് മാത്രം പേരാമ്പ്രക്കാരനാണ്, പക്ഷേ കർമ്മമണ്ഡലം എന്നും കൊല്ലങ്ങളായിട്ട് തിരൂരാണ്. അതുകൊണ്ട് തന്നെ തിരൂർക്കാരുടെ പ്രിയപ്പെട്ട മാഷായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ ആക്ട് സംഘടന തുടങ്ങിയ അംഗങ്ങൾക്കുള്ള ബന്ധമാണ് അദ്ദേഹം. പരിചയപ്പെട്ടവർക്കെല്ലാം ഒരു സ്വന്തം ആളായിട്ട് തോന്നിക്കുന്ന ആ ഒരു പെരുമാറ്റം. എന്തൊരു സഹായം ചോദിച്ചു തന്നാലും അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്ഥിതി മാഷ ഒരുപാട് ഗുണങ്ങളുണ്ട്. കഴിവുകളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആക്ടിനെ ആക്ടാക്കി മാറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാഷ.
നാഥാമാഷിൻ്റെ വിയോഗം ആക്ടിന് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു സംഭവമാണ്. 20 വർഷമായി ആക്ടിൻ്റെ ജീവനാഡിയായി നൂറുകണക്കിന് പ്രോഗ്രാമുകൾ നടത്തപ്പെട്ട ഒരു വേദിയാണ് ഇപ്പോൾ ഈ ആക്ടിലൂടെ തിരൂരിന്റെ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജനാർദ്ദനൻ പേരാമ്പ്രയ്ക്ക് കഴിഞ്ഞിരുന്നു. ആക്ട് തിരൂരിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഇദ്ദേഹം. വെട്ടം AMUP സ്കൂൾ അധ്യാപകനായിരിക്കെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നു. സീനിയർ സൂപ്രണ്ടായി കോഴിക്കോട് ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നാണ് വിരമിച്ചത്. മാധ്യമരംഗത്തും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ജനാർദ്ദനൻ പേരാമ്പ്രയ്ക്ക് സാധിച്ചു. ജന്മം കൊണ്ട് കോഴിക്കോട് പേരാമ്പ്രക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് തിരൂർക്കാരനായി മാറിയ തിരൂരിൻ്റെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ ജനാർദ്ദനൻ പേരാമ്പ്ര, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ മാഷിൻ്റെ ഈ ഒരു വിയോഗം ഞങ്ങളെയൊക്കെ ഏറെ വേദനിക്കും. പ്രത്യേകിച്ച് തിരൂർ പ്രസ് ക്ലബ്ബുമായിട്ട് വളരെ അടുത്ത ബന്ധം. അദ്ദേഹം ഒരു അധ്യാപകനായി ജീവിതവൃത്തി തുടങ്ങി അതിനുശേഷം ഇൻഷുറൻസ് മേഖലയിലേക്ക് ജോലി മാറിപ്പോയെങ്കിലും ഇത്തരം തിരക്കുകൾക്കിടയിലൊക്കെ തന്നെ തിരൂർ പ്രസ് ക്ലബ്ബുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. അതിനൊക്കെ ഉപരി തിരൂരിലൊരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയും. കാരണം TCV വെട്ടം ചാനലുകളുടെ ഒക്കെ തുടക്കക്കാരനായിട്ട് അദ്ദേഹം എന്നും ഈ മാധ്യമ ലോകത്ത് കൂടി നിലനിർമ്മിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല തിരൂരിലെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ആക്ട് പോലുള്ള ഒരു സംഘടന രൂപവൽക്കരിച്ച് നാടകം പോലുള്ള കലാപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ജനാർദ്ദനൻ മാഷിൻ്റെ വിയോഗത്തിൽ ഏറെ വേദനയുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ. ജനാർദ്ദനൻ പേരാമ്പ്രയുടെ മരണം തിരൂരിൻ്റെ മാത്രമല്ല, ഇപ്പം നിലവിൽ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ജില്ലയ്ക്ക് ആകമാനം ജില്ലയുടെ വിവിധങ്ങളായ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമാക്കുന്നതിനായി ലഭിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായും തിരൂരിൻ്റെ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക്, പ്രത്യേകിച്ച് ആക്ട് പോലെയുള്ള കൂട്ടായ്മയ്ക്ക് ഒരു വലിയ നഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ മരണം. ശരിക്കും പറഞ്ഞാൽ തലക്കാട് പഞ്ചായത്തിന് തന്നെ മാങ്ങാട്ടിലെ താമസക്കാരെന്നുള്ള നിലയിൽ നമുക്കൊക്കെ വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തലക്കാട് പഞ്ചായത്തിന് അനുശോചനം അറിയിക്കുന്നത്. ഏതാനും വർഷങ്ങളായി അസുഖബാധിതനായിരുന്നെങ്കിലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിനായിരുന്നു. മൃതദേഹം തിരൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സ്വദേശമായ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോകും. ഭാര്യ രാജി, മകൾ അമ്മു. TVN ന്യൂസ്, തിരൂർ. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.